ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്നുള്ളതാണ്, എന്താണ് ഈ സുഗന്ധം? അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഹാദിഹി റായിയത്തുൻ മാഷിതാഇ ബിനതി ഫിർഔൻ വ ഔലാദിഹാ, മാഷിത്തയുടെയും ആ മാഷിത്തയുടെ മക്കളുടെയും സുഗന്ധമാണ്. ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാണ്. അപ്പൊ ആരാ മാഷിത്ത? മാഷിത്തയുടെയും മാഷിത്തിന്റെ മക്കളുടെയും സുഗന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആരാ മാഷിത്ത? ഫിറഔനിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു, ഖാദിമത്തായിരുന്നു മാഷിത്ത. ഫിറൗനിന്റെ മകളുടെ മുടി ഇങ്ങനെ ചീകണ സമയത്ത് കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്തേക്ക് വീണു. സക്കത്ത് മിൻ യദൈഹാ, ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ആ മുടി വാരുന്ന ചീർപ്പ് നിലത്തേക്ക് വീണു. അത് എടുക്കണ സമയത്ത് മാഷിത്ത പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ ഫിറഔനിന്റെ മകള് ചോദിക്കാണ്, അബി, എന്റെ വാപ്പയാണ് നമ്മൾ ഉദ്ദേശിച്ചത്? അഥവാ ഫിറഔനിന്റെ വാദം എന്നാണ്, റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന് വാദിച്ച ആളാണ് ഫിറഔൻ. അപ്പോ എന്റെ വാപ്പാനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ മാഷിത്ത അതിന് മറുപടി പറയാണ്, ലാ വലാകിൻ റബ്ബി വറബ്ബു അബീകി അല്ലാഹ്, നിന്റെയും നിന്റെ പിതാവിന്റെയും എന്റെയും രക്ഷിതാവായ അള്ളാഹുവിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫിറൗനിന്റെ മകള് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ വിവരം എന്റെ വാപ്പാനോട് പറയട്ടെ? മാഷിത്ത പറഞ്ഞൊരു കുഴപ്പമില്ല. അങ്ങനെ ഈ വിവരം ഫിറൗനിന്റെ മുമ്പിലെത്തി. ഫിറൗൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, റബ്ബാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? മാഷിത്ത പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോ വലിയൊരു തീക്കുണ്ടാരുണ്ടാക്കാൻ പറഞ്ഞു. ആ തീക്കുണ്ടാരത്തിലേക്ക് മാഷിത്തയെയും മാഷിത്തയുടെ മക്കളെയും വലിച്ചെറിയാൻ പറഞ്ഞു. അങ്ങനെ ഓരോ മക്കളെ, ചില ഹദീസുകളിൽ 5 മക്കൾ എന്നുണ്ട്, ചില ഹദീസുകളിൽ 3 മക്കൾ എന്നുണ്ട്. എന്തായാലും ആ മക്കളൊക്കെ എന്ത് ചെയ്തു? ആ തീയിലേക്ക് ഇട്ടെറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം മക്കള് തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു ഉമ്മാന്റെ ചേതോവികാരം എന്തായിരിക്കും? അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള മക്കൾ ഇടുമ്പോഴേക്കാൾ, ആ ഇടുന്ന സങ്കടത്തെക്കാൾ കൂടുതൽ ഉമ്മാക്ക് സങ്കടം ഉണ്ടായത് ഒരു ചെറിയ കുട്ടിയുണ്ട്, ഉമ്മാന്റെ മാറിനോട് ചേർത്ത് വെച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ഫിറൗനിന്റെ ഭടന്മാര് വന്ന് പിടിച്ചു കൊണ്ടുപോയി ആ തീയിലേക്ക് കൊണ്ടുപോയിട്ടു എന്നുള്ളതാണ്. ആ തീയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മാഷിത്തക്ക് വല്ലാത്ത വിഷമുണ്ടായി. അപ്പൊ ഈ കുട്ടി സംസാരിച്ചു എന്നാ. അതുകൊണ്ടാണ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തൊട്ടിലിൽ സംസാരിച്ച 4 ആളുകളുണ്ട്. അതിലൊന്ന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എണ്ണുന്നത് ഈ കുട്ടിയെയാണ്. നിങ്ങൾ സങ്കടപ്പെടണ്ട, നാളെ പരലോകത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് ആ കുട്ടിയെയും തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവസാനം മാഷിത്തയെയും തീയിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് മാഷിത്ത ചോദിച്ചു ഫിറൗനോട്, എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് വലിയൊരു കാര്യം ചെയ്യണം. എന്തായാലും ഈ ലോകത്ത് വെച്ച് എന്റെയും എന്റെ മക്കളെയും നിങ്ങൾ വേർപിരിച്ചു. അപ്പൊ ഇനി ഞങ്ങൾ ഈ തീയിൽ കടന്ന് കരിഞ്ഞ് അവസാനം ഞങ്ങൾ ഇല്ലാതായാൽ അവസാനം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ, എല്ലിന്റെ പൊടികളൊക്കെ എന്ത് ചെയ്യണം? ഒരു തുണിയിൽ മറമാടി ഒരേ കബറിൽ എന്ത് ചെയ്യണം? ഞങ്ങളെ മറമാടണം എന്ന രൂപത്തിൽ ഫിറൗനിനോട് കാര്യം ചോദിച്ചു. അപ്പൊ ഫിറൗൻ എന്ത് ചെയ്തു? അതിന് സമ്മതം മൂളി. അവസാനം ഒരേ തുണിയിൽ ഇവരെ കഫൻ ചെയ്ത് മറമാടുന്നത് ഒരേ കബറിലാണ്. അവരുടെ സുഗന്ധമാണ് ആരനുഭവപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ അനുഭവപ്പെട്ടത്.